ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എതിരാളിയും ശ്രീകുമാരൻ തമ്പിയുമായി ഏറ്റുമുട്ടിയ കഥ നിങ്ങൾ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു എതിരാളിയോ? അതാരാ എതിരാളി? അല്ല, ശാന്തിവിള ദിനേശും ശ്രീകുമാരൻ തമ്പിയിൽ ഏറ്റുമുട്ടി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിപ്പോൾ യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു സുഹൃത്തെ, ശാന്തിവിള എൻ്റെ എതിരാളിയല്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും അവരുടേതായുള്ള അഭിപ്രായങ്ങൾ വേണം. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് എതിരാളിയാണെന്ന് വിചാരിക്കാൻ പാടില്ല. ക്യാരക്ടറുള്ളവർ എപ്പോഴും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങളീ പറഞ്ഞ ശ്രീകുമാരൻ തമ്പിയും ശാന്തിവിളയുള്ള ഏറ്റുമുട്ടൽ അത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഏറ്റുമുട്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കറിയാവുന്ന ശാന്തിവിള ശ്രീകുമാരൻ തമ്പിയെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന വേഴ്സൺ എനിക്കറിയാം. അത് പല സിനിമകളിലും അങ്ങനെ തന്നെയാണത്. പക്ഷെ ശാന്തിവിള പറഞ്ഞത് എന്താണ്? ശ്രീകുമാരൻ തമ്പി പറഞ്ഞു മോഹൻലാലിനെ കൊണ്ടുവന്നത് ശ്രീകുമാരൻ തമ്പി ആണ് എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അത് അല്ല എന്നാണ് ശാന്തിവിള പറഞ്ഞത്. അത് സത്യമല്ലേ? കാരണം ശാന്തിവിള മാധ്യമപ്രവർത്തകനായിരുന്നു, ഞാൻ ഇപ്പോഴും മാധ്യമപ്രവർത്തകനാണ് എന്നാലോചിക്കണം. അപ്പോൾ എത്രയോ സിനിമകൾ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ 79 മുതലുള്ള ബന്ധമുണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ ആ ബന്ധമുണ്ടാകുമ്പോൾ ലാല് ശരിക്ക് പേരെടുത്തത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലാണെന്ന് ആലോചിക്കണം. ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വന്നത് എപ്പോഴാണ്? പക്ഷേ അതിനേക്കാൾ മുൻപ് ലാൽ അഭിനയിച്ചൊരു സിനിമയുണ്ടെന്ന് ആലോചിക്കണം, തിരനോട്ടം. ആ തിരനോട്ടത്തിലാണ് ലാൽ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അത് പലപ്പോഴും പലരും പറയുന്നില്ല. അത് തിയേറ്ററിൽ വന്ന് സക്സസ് ആയ സിനിമയെക്കുറിച്ചാണ് പറയുന്നത് ആലോചിക്കണം. മോഹൻലാൽ ഒരുവിധം പച്ച പിടിച്ച സമയത്താണ് തമ്പി സാറിൻ്റെ സിനിമയിൽ വന്നത്. അത് സത്യം തന്നെയാണ്. സത്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനിപ്പോൾ ശാന്തിയുടെ പക്ഷം പറയുകയല്ല, ശ്രീകുമാരൻ തമ്പി സാറിനെ എതിർത്ത് പറയുമെന്നല്ല. സത്യം തന്നെയാണ്. എനിക്ക് ആ കാര്യങ്ങൾ അറിയാവുന്നതാണത്. ആ മമ്മൂട്ടി വന്ന കാര്യം എനിക്കറിയാവുന്നതാണത്. അപ്പോൾ അതിൻ്റെ തർക്കത്തിലേക്കല്ല. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിൽ തീർക്കട്ടെ എന്നുള്ളതാണത്. പക്ഷേ അവർ തമ്മിൽ ഒതുങ്ങാതെ ഇത് പരസ്യമായപ്പോൾ ഈ സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ എന്താ പറയുമ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സിനിമയിൽ മോഹൻലാൽ വന്നു അഭിനയിച്ചു, സത്യം തന്നെയാണത്. അപ്പോൾ അത് ഏകദേശം കുറേ സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണ് തമ്പി സാറിൻ്റെ സിനിമയിൽ മോഹൻലാൽ വന്നത്. അതൊക്കെ സത്യം തന്നെയാണത്. അപ്പോൾ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. പറയാനും കാരണം മോഹൻലാലിൻ്റെ ആദ്യകാല സിനിമകളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അന്ന് എന്താണ് ഇപ്പോൾ ലാലിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വെറും സിനിമ തിയേറ്ററിൽ കാണിക്കാവുന്ന രീതിയിൽ മാത്രമല്ല, ലാൽ അഭിനയിക്കുന്ന ലൊക്കേഷനിൽ പോകുമ്പോഴുള്ള അനുഭവം. ഇപ്പോൾ ശരിയാണ്, നമ്മൾ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ ലാലിന് എന്ത് വേറെ ജോലിയൊന്നുമില്ലേ, അഭിനയിച്ച് പോയാൽ പോരാ എന്നാണ് ലാൽ പറയുന്നത്. കാരണം ഒരു ടീം വർക്കാണ്. ലാൽ അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ക്യാമറയ്ക്കിന് മാറിക്കഴിഞ്ഞാൽ ലാൽ ചെയ്യാവുന്ന ചില കാര്യമുണ്ട്. ഇപ്പോൾ ക്യാമറ വർക്ക് ട്രോളി ഷോട്ട് എടുക്കുകയാണെങ്കിൽ ആ ട്രോളി ഉന്തുന്ന കൂട്ടത്തിൽ ലാലും പോയി അവരെ സഹായിക്കാറുണ്ട്. ഇതെല്ലാം കൊണ്ടുവയ്ക്കുന്ന അതായത് ഒരു സർവ്വ സഹായങ്ങളും ലാലിൻ്റെ ഭാഗത്തുണ്ടാകാറുണ്ട്. തമാശകൾ വേണോ, തമാശകൾ പറയും. ഇനിയിപ്പോൾ ഒരു കൂട്ടുകൂടിയെന്ന് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ചിലപ്പോൾ രഹസ്യങ്ങൾ പറയാറുണ്ട്, കഥകൾ പറയാറുണ്ട്, എല്ലാ വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. അതേസമയം വേറെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ ആ വിഷയം മാറ്റാറില്ലേ? അത് സ്വകാര്യ ജീവിതത്തിൽ തമാശകളും ഉണ്ടാകാറുണ്ട്. മാത്രമല്ല ഈ ലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ അഭിനയവും ജീവിതവും സമരസപ്പെട്ട് പോകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ പറയും ചില നേരത്ത് നോക്കി നിൽക്കുകയാണ്, ലാൽ തലകുത്തി പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കാണാം. തലകുത്തി പറയുമ്പോൾ അത് സിനിമ ഷോട്ടല്ല ശരിക്ക്. അപ്പോൾ അത് പ്രിയൻ്റെ സിനിമയാണെങ്കിൽ ലാലേ അത് കൊള്ളാലേ, ലാലേ നമുക്കത് എടുക്കാമല്ലേ? അങ്ങനെ ഈ തിരക്കഥയില്ലാത്ത ചില കാര്യങ്ങൾ ലാൽ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ചിരി പടർത്താറുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണത്. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ലാൽ പോയിട്ട് വീർത്ത് വയറഞ്ചിൽ ആ വയറ് പോയിട്ട് ഈ വയറ് ഇത്രയും വീർത്തിരിക്കണോ, ഇതൊന്ന് ചെറുതാക്കേണ്ടത് ഒരു വിരലോണ്ട് കുത്തുക പറഞ്ഞിട്ട്. വിരലോണ്ട് കുത്തിയാൽ വയറ് ചെറുതാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഹ്യൂമർ സെൻസ് ഉണ്ട്, ലാലിൻ്റെ അഭിനയം ഉണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിരിപ്പിക്കാവുന്ന ചിന്തിപ്പിക്കാവുന്ന കുറേ ഇൻസിഡൻറ്റുകൾ ലാലിൻ്റെ സിനിമകളിൽ ഉണ്ടാവാറുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടമാണ്, അത് കാണാൻ കുറേ പേര് പോകാറുണ്ട് എന്നറിയും. അത് ആണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം നമുക്കിനി പഴയ ലാലിൽ തിരിച്ചു കിട്ടുമോ?
ഇന്ന് ഒരേ ഭാവമുള്ള ലാലിനല്ലേ കാണുന്നത്. ആക്ഷൻ ഉണ്ടായിരിക്കാം, അടിപിടി ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയുള്ള ത്യാഗമുണ്ട്. ആ ത്യാഗം എത്ര കണ്ട് ലാലിൻ്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട് എന്ന് ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ മമ്മൂട്ടിയിലേക്ക് വരുന്നത്. മമ്മൂട്ടിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ കാലം കഴിയണ്ടേ എന്ന് ചോദിച്ചവരുണ്ട്. എല്ലാം സിനിമയ്ക്ക് വേണ്ടി എല്ലാ രീതിയിലും, അതായത് ഇഷ്ടപ്പെട്ട ആഹാരം പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് പുല്ല് പോലും കഴിച്ച് ഇരിക്കുന്ന മമ്മൂട്ടി നമുക്കറിയാം. ആ പുല്ല് കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പുല്ല് ആ ശരീരത്തിൻ്റെ ആവശ്യം, ഈ സിനിമയ്ക്ക് ആവശ്യം, ഇതിനു വേണ്ടിയുള്ള ത്യാഗം മമ്മൂട്ടിയുടെ ഭാഗത്തുണ്ടായിട്ട് ആ ത്യാഗം ലാലിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് നമ്മളല്ല പറയുന്നത്, ലാല് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആഹാരം കഴിക്കാനും ജീവിക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആ ജോലി കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം വേണ്ടെന്ന് വയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ലാതെ തന്നെ ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഈ സിനിമകളിൽ അഭിനയിക്കണം, ആ സിനിമകൾ വിജയിക്കണം, ആ കഥാപാത്രങ്ങൾ എൻ്റെ പ്രേക്ഷകർ ഇഷ്ടപ്പെടണമെന്നാണ് ലാല് പറയാറുള്ളത്. അത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. ലാലിന് ഇഷ്ടമുണ്ട്, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷേ കുറച്ച് 1-2 വർഷമായിട്ട് ലാലിൽ വന്ന മാറ്റങ്ങൾ പഴയ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല. നമുക്ക് ഇപ്പോൾ ആക്ഷൻ രംഗങ്ങളിൽ വരുമ്പോഴും മറ്റ് കോടതി രംഗങ്ങളിൽ വരുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ലാലേട്ടൻ്റെ ചില പ്രത്യേക നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ നമുക്ക് വേണം. അങ്ങനെയുള്ള ലാലേട്ടൻ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ലാലിന് ഒരു പ്രത്യേക സാഹചര്യം വന്നിരിക്കുകയാണത്. ആ സാഹചര്യം വന്നു പെട്ടു എന്ന് പറഞ്ഞാൽ പ്രത്യേകം നിങ്ങളറിയാം, കുറേ സിനിമകളിൽ അടുപ്പിച്ച് ലാല് താടി വെച്ചിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ പലരും ചെയ്യുന്നത് എല്ലാം താടി വെച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ ലാലിവിടെ താടി വയ്ക്കാതെ അഭിനയിച്ചൊരു പടം മറ്റു ഭാഷകൾ റീമേക്ക് ചെയ്തു. അതിൽ താടി ഉണ്ടായിരുന്നു, ആലോചിക്കണം. അപ്പോൾ ചിലർ ചോദിച്ചത് അതിലെന്താ താടി, ആ കഥാപാത്രം ഇവിടെ താടി വെച്ചിട്ടില്ലല്ലോ, അവിടെ താടി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ലാലിന് അലർജി ഉണ്ടെന്ന് ആലോചിക്കണം. ആ അലർജിയുടെ പേരിലാണ് താടി വടിക്കാൻ പറ്റാതിരിക്കുന്നത്. പക്ഷേ അത് എല്ലാ കാലത്തും ഇല്ല, കുറേ കാലത്തേക്ക് നമുക്കത് കാണേണ്ടി വരും. നമ്മൾ ലാലിൻ്റെ അഭിനയം കാണുമ്പോൾ താടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട. താടി വെച്ച് എത്രയോ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി താടി വെച്ചിട്ടില്ലേ? ഇവിടെ താടി വെക്കാതെ ദിലീപ് താടി വെച്ചിട്ടില്ലേ? പൃഥ്വിരാജ് താടി വെച്ചിട്ടില്ലേ? യുവതലമുറ എല്ലാവരും താടി വെച്ചിട്ടും വയ്ക്കാതെയും അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിത്തരങ്ങളുള്ള കഥാപാത്രമായി മോഹൻലാൽ വരും. അപ്പോൾ നിങ്ങൾ ചോദിച്ചു തലകുത്തി മറിയുമോ എന്നുള്ളത്. തലകുത്തി ഒരു പ്രായത്തിലല്ലേ തലകുത്തി മറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചെറുപ്പകാലത്ത് LKG പഠിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ തലമുറ പലരും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയോ LKG അത് കഴിഞ്ഞുള്ള താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അവരുടെ രീതി വീണ്ടുണ്ട്. നമ്മൾ നടന്നു പോയിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. നമ്മൾ ഓലക്കുട ചൂടി പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇന്ന് കുട്ടികളെല്ലാം കൂടുതൽ വലിയ ബസ്സിലേക്ക് പോകുന്നു, വലിയ രീതിയിലുള്ള സ്കൂളുകൾ പഠിക്കുന്നു. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വരികയാണ്. കാരണം ഏതാനും സിനിമകൾ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താടിയിൽ അലർജിയുള്ള ആ സമയം മാറും. അപ്പോൾ താടി വെക്കാനും കഴിയും, മറ്റേ സിനിമകൾ വരും. അപ്പോൾ കുറേ ഹ്യൂമർ സെൻസുള്ള സിനിമകൾ ലാല് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് എൻ്റെ പ്രതീക്ഷ മാത്രമല്ല, ലാലും സൗഹൃദ കൂട്ടായ്മയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ട ലാലിനെ തിരിച്ചു തരാൻ എനിക്ക് കഴിയും. ആ സിനിമകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അതെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ് അത്തരം വേഷങ്ങൾ ലാല് വരുന്നത് കാണാൻ.